നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു പ്രതിഭയ്ക്കെതിരെ തുറന്നടിച്ച് CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ. തോൽവിയെക്കുറിച്ച് പ്രതിഭ ആത്മപരിശോധന നടത്തണമെന്നും അവർ MLA ആയ കാലം പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തതെന്നുമായിരുന്നു ആർ നാസറിന്റെ വിമർശനം. കഴിഞ്ഞ ദിവസം യു പ്രതിഭ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആർ നാസർ യു പ്രതിഭയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തോറ്റപ്പോൾ നടത്തുന്ന ജൽപ്പനങ്ങളാണ് പ്രതിഭ നടത്തുന്നതെന്ന് നാസർ വിമർശിച്ചു. ലോക്സഭയിൽ 3ാം സ്ഥാനത്ത് പോയപ്പോഴും ഇവർ തന്നെയല്ലേ MLA എന്നും 10 വർഷം MLA ആയിരുന്നപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം ദുർബലപ്പെടുത്തുകയാണ് ചെയ്തതെന്നും നാസറിന്റെ വിമർശനം. ഈഴവ വോട്ടുകൾ നേടിയാണ് 2 തവണ അവർ ജയിച്ചത്. ഈ തവണ ആ വോട്ടുകൾ നഷ്ടമായത് എന്തുകൊണ്ടെന്ന് പ്രതിഭ തന്നെ ആലോചിക്കണം. പാർട്ടിക്ക് കിട്ടേണ്ട 8000 വോട്ടുകൾ മറിച്ച് ചെയ്തു. വോട്ട് ചെയ്തവർ മറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ MLAയുടെ പരാജയമാണ്. SNDP വോട്ടുകൾ എങ്ങനെ പോയെന്ന് മറുപടി പറയേണ്ടത് പ്രതിഭയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഭയ്ക്ക് വോട്ട് ചെയ്തവരാണവർ. തോറ്റു കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ആർ നാസർ പറഞ്ഞു. പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ MLA പരാജയമാണെന്നും അവർ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും യു പ്രതിഭയ്ക്കെതിരെ രംഗത്ത് വന്ന ആർ നാസറിനെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടക്കുകയാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ആർ നാസർ ഒഴിയണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. എന്തായാലും ആർ നാസറിനെതിരെയും ഒരു പടയൊരുക്കം നടക്കുകയാണ്. അതേസമയം കായംകുളത്ത് വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്നുമായിരുന്നു യു പ്രതിഭ നേരത്തെ ആരോപിച്ചത്. പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞെന്നും പത്തിയൂരും ചെട്ടിക്കുളങ്ങരയും ഭൂരിപക്ഷം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കിയെന്നും യു പ്രതിഭ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ പ്രവർത്തനം ഊർജ്ജസ്വലമായിരുന്നില്ല എന്നായിരുന്നു പ്രതിഭയുടെ വിമർശനം. ഇതിന് പിന്നാലെയാണ് യു പ്രതിഭ പറഞ്ഞത് അസംബന്ധമാണെന്ന പ്രതികരണവുമായി ആർ നാസർ രംഗത്തെത്തിയത്. പ്രതിഭ തോറ്റുകഴിഞ്ഞ് അസംബന്ധം പറയുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. സഖാക്കൾ കായംകുളത്ത് നല്ല രീതിയിൽ പണിയെടുത്തു. തോറ്റു കഴിയുമ്പോൾ എന്തും പറയാമെന്നാണോ? മാത്രമല്ല യു പ്രതിഭ പാർട്ടിക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചത്. തോറ്റു കഴിഞ്ഞ് എന്തും പറയാമെന്ന സ്ഥിതിയാണോ? തോൽവിക്ക് കാരണം MLA തന്നെയാണ് എന്നതടക്കമുള്ള ഒരു വിമർശനം ആർ നാസറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തോറ്റ ശേഷം പാർട്ടിയെ കുറ്റം പറയുന്നത് G സുധാകരന്റെ രീതിയാണെന്നും ആർ നാസർ വിമർശിച്ചു. കായംകുളത്തെ തോൽവിക്ക് പിന്നാലെ പാർട്ടി പ്രവർത്തകർക്കെതിരെ യു പ്രതിഭ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ പ്രവർത്തിച്ചു, SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും യു പ്രതിഭ നടത്തി. LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് യു പ്രതിഭ 77,348 വോട്ടുകൾക്കായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. UDFന്റെ അരിത ബാബു 71,050 വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ നടന്നത്. 6,298 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു പ്രതിഭ വിജയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 15,572 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി M ലിജു മണ്ഡലം പിടിച്ചത്. 76,651 വോട്ടുകൾ നേടിയാണ് UDF സ്ഥാനാർത്ഥി M ലിജു വിജയിച്ചത്. യു പ്രതിഭയ്ക്ക് 61,079 വോട്ടുകളും BDJ സ്ഥാനാർത്ഥി തമ്പി മേട്ടുറയ്ക്ക് 16,973 വോട്ടുകളുമാണ് കിട്ടിയത്. എന്തായാലും ഈ തോൽവിയുടെ പേരിൽ മുൻ MLA ആർ പ്രതിഭയും അതുപോലെ തന്നെ പാർട്ടി നേതാവ് നാസറും തമ്മിൽ കൊമ്പുകോർക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തോൽവിയുടെ കാരണങ്ങൾ പരസ്പര പഴിചാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തോൽവിയെക്കുറിച്ച് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്താണ് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം തോൽവി ഈ സംസ്ഥാനം മൊത്തം തോറ്റതിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. പാർട്ടി ഘടകങ്ങളെയും LDFന്റെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളായി. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 37.6% വോട്ടാണ് ലഭിച്ചത്. കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാവും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും,
അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് തീർക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചത്. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടറിക്ക് ഇന്നത്തെ സെക്രട്ടറി നടത്തിക്കൊണ്ടിരുന്നത്. പാർട്ടി സഖാക്കൾക്ക് ശ്രദ്ധേയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരം ഒരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിയും ചേരാൻ എല്ലാ ഏരിയ കമ്മിറ്റികളും കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് താഴെ ബ്രാഞ്ച് യോഗങ്ങളും പൂർണ്ണമായും ചേർന്ന് അവർക്ക് പറയുന്ന പ്രയോജനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണം. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് തയ്യാറാക്കാനുള്ള തീരുമാനിച്ചു. അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി താഴത്തേക്ക് പോകുകയല്ല. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് പറയാവുന്നതെല്ലാം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കി കൃത്യമായ ഒരു റിവ്യൂ ഇവരെല്ലാം ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കണം എന്നാണ് പാർട്ടി പാർട്ടി റിവ്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പരാജയത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാർട്ടി യോഗങ്ങളാണ് കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൂടി പോകണം. ഇപ്പോഴ് വലിയ രീതിയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരകരെയും ചർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പ്രചരണത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞപോലെ പാർട്ടിയും LDF-നെയും ജനങ്ങളെയും മുഖവിലക്കെടുത്ത് ഈ പറയുന്ന 5 വർഷം കഴിയുമ്പോൾ കേരളമാറ്റം വരുന്ന സംസ്ഥാനമാണ് കേരളം. അത് ഏകത്തിൽ തന്നെ ഭാഗമായി 10 വർഷം തുടർച്ചയായി കേരളത്തിലായി